അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മുടെ പാർട്ട് 2 എന്ന ഭാഗത്തേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇതിൽ നമ്മൾ അടുത്ത വേർഡുകൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അടുത്ത വേർഡ് എന്ന് പറയുന്നത് 11ാമത്തെ 10 വേർഡ് നമ്മൾ പഠിച്ചു. ഇനി 11ാമത്തെ വേർഡാണ് നമ്മൾ പഠിക്കുന്നത്. യൗമ് എന്നുള്ള വേർഡാണ്. യൗമുൻ അതിൻ്റെ ജം എന്താണ്? യൗമുൻ എന്ന വേർഡിൻ്റെ ജം എന്താണ്? യൗമുൻ എന്ന വേർഡിൻ്റെ ജം അയ്യാം. നമുക്കറിയാം അയ്യാം. അടുത്ത വേർഡ് എന്ന് പറയുന്നത് ഉസ്ബു എന്നുള്ളതാണ്. ഉസ്ബു ഉസ്ബുവിൻ്റെ ജം എന്താണ്? അസാബിയ അല്ലേ? അസാബിയ ഉസ്ബു അസാബിയ. അടുത്ത വേർഡ് ത്വാലിബ് എന്നുള്ളതാണ്. ത്വാലിബുൻ. താലിബുൻ എന്ന വേർഡിൻ്റെ ജം എന്താണ്? നമുക്കറിയാം തുല്ലാബ്. ചില സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ത്വാലിബൂൻ എന്നും കണ്ടിട്ടുണ്ട് അല്ലേ? ത്വാലിബ്, തുല്ലാബ്, ത്വാലിബൂൻ. അപ്പോൾ ത്വാലിബൂൻ എന്നുള്ളത് ഉപയോഗിക്കുമ്പോൾ ത്വാലിബാത്ത് എന്നും പറയുന്നതാണ് അല്ലേ? ത്വാലിബാത്ത്. ആൺകുട്ടികളായവരാണെങ്കിൽ ത്വാലിബൂൻ, ത്വാലിബാത്ത് എന്ന് പ്രത്യേകം മാറി മാറി പറയുന്നതായിട്ട് കാണാം. ഏതായാലും നമുക്ക് രണ്ട് കുട്ടികളെയും കൂടിയിട്ട് എന്ത് ചെയ്യാം? ത്വാലിബ്. ഇവിടെ നമുക്ക് ത്വാലിബത്ത് എന്നും നമ്മൾ കാണാം അല്ലേ? ത്വാലിബത്ത്. ഓക്കെ, അടുത്ത വേർഡ് നമുക്ക് നോക്കാം. അടുത്ത വേർഡ് എന്ന് പറയുന്നത് ഖരീബ് എന്നുള്ളതാണ്. നമ്മൾ ഈ വേർഡുകളൊക്കെ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയിട്ട് കൃത്യമായിട്ട് പഠിക്കണേ. ഖരീബിന്റെ ജം എന്ന് പറയുന്നത് അഖരിബ എന്നുള്ളതാണ്. അഖരിബ. ഖരീബുൻ ജം അഖരിബ എന്നുള്ളതാണ് കേട്ടോ. അടുത്ത വേർഡ് ആമുൻ. ഇതൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്ന വേർഡുകളാണ്. ആമുൻ. ആമുൻ്റെ ജം എന്താണ്? നമുക്കറിയാം ഉമൂം. ഉമൂം ഒന്ന് പറഞ്ഞു നോക്കണേ. ഉമൂം. ആമുൻ, ഉമൂം. അടുത്ത വേർഡ് എന്ന് പറയുന്നത് ഹഖീബത്ത്. ഹഖീബത്ത്. ഹഖീബത്തുൻ എന്ന വേർഡിൻ്റെ ജം എന്താണ്? ഹഖീബത്തിൻ്റെ എന്നുള്ള വേർഡിൻ്റെ ജം നമുക്കറിയാം ഹഖായിബ്. മാഷാ അല്ലാഹ്, നിങ്ങളും പറഞ്ഞു നോക്കുന്നുണ്ട്, വളരെ ക്ലിയർ ആവുന്നുണ്ട് അല്ലേ? എന്തായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നന്നായി പഠിക്കണേ. അടുത്ത വേർഡ് എന്ന് പറയുന്നത് ഹഖീബത്ത് എന്ന വേർഡ് കഴിഞ്ഞാൽ അടുത്ത വേർഡ് എന്ന് പറയുന്നത് ഫുന്ദുഖ് എന്ന വേർഡാണ്. ഫുന്ദുഖ് കേട്ടിട്ടുണ്ടാകും. ഫുന്ദുഖ് ഹോട്ടലിൽ നിന്ന് കേട്ടിട്ടുണ്ടാകും അല്ലേ? ഹഖീബത്ത് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു, ബേഗ് എന്നൊക്കെ പറഞ്ഞു അല്ലേ? അതുപോലെ ഫുന്ദുഖ് എന്ന വേർഡിന്റെ ജം എന്താണ്? ഫനാദിഖ്. ഫനാദിഖ് അല്ലേ? അടുത്ത വേർഡ് എന്ന് പറയുന്നത് ഖിസ്മ്. ഖിസ്മുൻ. ഖിസ്മുൻ എന്ന വേർഡിന്റെ ജം എന്താണ്?
أقسام أقسام قسم جمع أقسام قسم جمع أقسام ولد ولد എന്നതിൻ്റെ ജം എന്താണ് ولد جمع أولاد ولد جمع أولاد ഇന്നത്തെ അടുത്ത വേർഡ് എന്ന് പറയുന്നത് മസ്ജിദാണ് മസ്ജിദ് 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 എന്ന വേർഡിന്റെ ജം എന്താണ് മസാജിദ് ഇത് എഴുതി വെക്കണേ വെറുതെ കണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കൂല മസ്ജിദുൻ ജംഅ മസാജിദ് അടുത്ത വേർഡ് എന്ന് പറയുന്നത് എന്താണ് സനത്താണ് അടുത്ത വേർഡ് സനത്ത് സനത്തിന്റെ ജം എന്താണ് സനവാത്ത് സനവാത്ത് സനത്തിന്റെ ജം സനവാത്ത് അടുത്ത വേർഡ് സൂറത്ത് സൂറത്ത് എന്ന വേർഡിന്റെ ജം എന്താണ് സുവർ അല്ലേ സുവർ സുവർ എന്നുള്ളതാണ് നെക്സ്റ്റ് വേർഡ് സദീഖ് 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 എന്ന വേർഡിന്റെ ജം എന്താണ് അസ്ദിഖാ അസ്ദിഖാ അടുത്ത വേർഡ് എന്താണ് ഷെയ് ഷെയ് ഷെയ്ഇന്റെ ജം എന്താണ് അഷിയാ അഷിയ അങ്ങനെ 25 വേർഡ് നമ്മൾ ജം അടക്കം പഠിക്കാൻ പോവുകയാണ് 25ാമത്തെ വേർഡ് എന്ന് പറയുന്നത് ജുസ് ജുസ്ഇന്റെ ജം ഏതാണ് അജ്സാ ജുസ്ഇൻ ജം അജ്സാ അങ്ങനെ 25 വേർഡ് നമ്മൾ പഠിച്ചിരിക്കുകയാണ് 25 വേർഡ് ഓർമ്മയുണ്ടോ ഏതായാലും നമ്മൾ ഇത് മുഴുവൻ എല്ലാ വേർഡുകളും പറഞ്ഞതിന് ശേഷം ചെറിയൊരു ക്വിസ് നമ്മൾ നടത്തും ആ ക്വിസിന് നിങ്ങൾ കൃത്യമായിട്ട് പങ്കെടുക്കുക നിങ്ങളുടെ മെമ്മറി കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യും പരീക്ഷയ്ക്ക് ഏത് വേർഡ് വന്നാലും അതിന് ജംഉ പറയാനായിട്ട് സാധിക്കും നമുക്കൊന്ന് വേഗത്തിലൊന്ന് പറഞ്ഞു നോക്കാം മൻസില് ജംഉ മനാസിൽ വസനുൻ ജംഉ ഔസാൻ ഉൻവാൻ ജംഉ عناوين محنة جمع مهن جنس جمع أجناس حديد جمع أحداث مستشفى جمع مستشفيات اسم جمع أسماء شهر جمع شهور مدرسة جمع مدارس يوم جمع أيام أسبوع جمع أسابيع طالب جمع طلاب قريب جمع أقرباء عام جمع عموم حقيبة جمع حقائب فندق جمع فنادق قسم جمع أقسام ولد جمع أولاد مسجد جمع مساجد سنة جمع سنوات صورة جمع صور صديق جمع أصدقاء شيء جمع أشياء جزء جمع أجزاء
ഓക്കെ, മാഷാ അല്ലാഹ് 25 വേർഡായി. നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത വേർഡുകൾ നമുക്ക് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാം എഴുതി വയ്ക്കുക, പഠിക്കുക. അസ്സലാമു അലൈക്കും.